ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മൾ തമ്പിൽ കണ്ട പോലെ തന്നെ ആക്സിയം മിഷൻ 4 കേൾക്കണേടാ. എന്താണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്? അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള ആക്സിയം സ്പേസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസി നാസയുമായി ചേർന്ന് നടത്തിയ ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്. ഈ ദൗത്യത്തിൽ 4 പേരാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. 4 ബഹിരാകാശ ഏജൻസികൾ കൊളാബറേറ്റ് ചെയ്യുന്നു. ഒന്ന് നാസ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ, ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO, അതുപോലെ തന്നെ ഹംഗറിയുടെ ബഹിരാകാശ ഏജൻസിയായ ഹംഗേറിയൻ സ്പേസ് ഏജൻസി, പിന്നെ ഒന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഈ 4 ബഹിരാകാശ ഏജൻസികളിൽ നിന്നും ഓരോരുത്തർ വീതം ഈ മിഷന്റെ ഭാഗമായി മാറുകയാണ്. ഇതിന്റെ മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയാണ്. ഈ കഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ആക്സിയം മിഷൻ 4, നാസ, ISRO, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, ഹംഗേറിയൻ സ്പേസ് ഓഫീസ്, ഇവർ തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി നടത്തിയ ദൗത്യമാണ് ഈ പറയുന്ന ആക്സിയം മിഷൻ എന്ന് പറയുന്നത്. ഹൂസ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഹൂസ്റ്റണിലെ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് നടത്തുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണിത്. എന്നാണ് ഇവർ 4 പേരും യാത്ര പുറപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് 2025 ജൂൺ മാസം 25-ാം തീയതി. ഈ 4 പേരും ഇരുന്നു പോകുന്ന ഒരു പേടകമുണ്ട്. ആ പേടകത്തിന്റെ പേരാണ്, ഈ സംഘം യാത്ര ചെയ്ത പേടകത്തിന്റെ പേര് ക്രൂ ഡ്രാഗൺ ഗ്രേസ്, അഥവാ ആ പേടകം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡ്രാഗൺ C-213 എന്നാണ്. അപ്പൊ ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C-213 എന്നാണ് ആ സംഘം യാത്ര ചെയ്ത പേടകത്തിന്റെ പേര്. ഈ പേടകത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന റോക്കറ്റിന്റെ പേരാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കെനഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, അമേരിക്ക. അപ്പൊ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസിൽ നിന്നാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിക്ഷേപിക്കുന്നത്. കേൾക്കണേ നിങ്ങൾ, ആ പേടകത്തിന്റെ ദൃശ്യം നമുക്ക് കാണാം. ഇതാണ് നമ്മളെ പേടകം. ഇതാണ് ഈ പറയുന്ന ആക്സിയം ദൗത്യ പോകുന്ന പേടകത്തിന്റെ ദൃശ്യമാണത്. ഇതാണ് ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C-213 എന്ന് പറയുന്ന പേടകമാണ്. ഈ പേടകത്തിനകത്താണ് 4 പേര് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഇതിനകത്താണ് 4 യാത്രക്കാർ ഇരിക്കുന്നത്. ഈ പേടകത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന റോക്കറ്റാണ് ഫാൽക്കൺ 9 റോക്കറ്റ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് നമ്മൾ ഇംഗ്ലീഷിലൂടെ കൊടുത്തതേ ഉള്ളൂ. ആക്സിയം മിഷൻ was a private crewed space flight to the International Space Station operated by Axiom Space in partnership with SpaceX and NASA. ലോഞ്ച് ഡേറ്റും അതുപോലെ റോക്കറ്റിന്റെ പേരൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി കേൾക്കണേ നിങ്ങൾ, ഈ പോയ 4 പേർ ആരൊക്കെ എന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന് പെഗ്ഗി വിഡ്സൺ, ഈ ദൗത്യത്തിന്റെ കമാൻഡറാണ് പെഗ്ഗി വിഡ്സൺ. അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല, പൈലറ്റ് ആണ്, ഇന്ത്യക്കാരനാണ്. ദെൻ ടിബർ കാപ്പു, മിഷൻ സ്പെഷ്യലിസ്റ്റ്, ഹംഗറി. ദെൻ സ്ലാവോസ് ഉസ്നാസ്കി വിസ്കി. ആരാ? സ്ലാവോസ് ഉസ്നാസ്കി വിസ്കി. വേറെ ആരും വിസ്കി എന്നങ്ങനെ പഠിക്കുക. ഇയാള് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, പോളണ്ട്. ഒരു കുഞ്ഞു കോഡ് ഞാൻ പറഞ്ഞുതരാം. 2 പെഗ്ഗടിക്കാനായി ശുഭാൻഷു കപ്പിൽ വിസ്കി എടുത്തു എന്ന് ഓർക്കുക. 2 പെഗ്ഗടിക്കാനായി ശുഭാൻഷു കപ്പിൽ വിസ്കി എടുത്തു അല്ലേ? അപ്പൊ 2 പെഗ്ഗടിക്കാനായി ശുഭാൻഷു കപ്പിൽ വിസ്കി എടുത്തു എന്ന് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്ക്. അപ്പൊ 2 പെഗ്ഗടിക്കാനായി ശുഭാൻഷു കപ്പിൽ വിസ്കി എടുത്തു എന്ന് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്ക്. അവിടെ നമുക്ക് പെഗ്ഗിൽ നിന്ന് പെഗ്ഗി വിഡ്സൺ കിട്ടും, ശുഭാൻഷു അല്ലെങ്കിലും കിട്ടും, കപ്പ്, ഈ കാപ്പു ആണ് കപ്പായി മാറുന്നത്. ദെൻ വിസ്കി, സ്ലാവോസ് ഉസ്നാസ്കി വിസ്കി, ഈ വിസ്കിയാണ് വിസ്കിയായി മാറുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെയൊക്കെ സ്വദേശം പഠിക്കണം. പെഗ്ഗി വിഡ്സൺ അമേരിക്കയാണ്, സീനൊന്നുമില്ല.
ശുഭാൻ ശുക്ല ഇന്ത്യക്കാരൻ, അതും സീനില്ല. ഇനി കാപ്പു എങ്ങനെ ഹംഗറിയാണ് സ്വദേശം അല്ലേ, ഇങ്ങനെ ഓർക്കണേ. എടാ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടാവുമ്പോൾ, ഈ വിശപ്പിന് ഇംഗ്ലീഷ് നമ്മൾ ഹംഗ്രി എന്ന് വിളിക്കില്ലേ, ഹംഗ്രി, വിശപ്പ് ദാഹം ഹംഗ്രി എന്ന് വിളിക്കും. നല്ല ദാഹം ഉണ്ടാകുമ്പോൾ, ഹംഗ്രി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെടുക്കും, അടുത്തുനിന്നൊരു കപ്പിലെടുത്ത് വെള്ളം എടുത്ത് കുടിക്കും. കപ്പിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ കപ്പ്, കാപ്പു ഹംഗറി, കാപ്പു ഹംഗറി കണക്ട് ചെയ്യാം, കാപ്പു ഹംഗറി. ഇനി സ്ലാവോസ് ഉസ്നാസ്കി വിസ്കി വിസ്കി എന്താണ് സ്വദേശം, പോളണ്ട്. എടാ ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ യുക്രൈന്, പോളണ്ട്, ഇതൊക്കെ. അവിടുത്തെ രാജ്യങ്ങളുടെ പേര്, ഈ ആൾക്കാരുടെ പേര് അവസാനം ഈ വിസ്കി കിസ്കി എന്നൊക്കെ ആയിരിക്കും അവസാനിക്കുക. ഫോർ എക്സാമ്പിൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് വൊളോഡിമയർ സെലൻസ്കി എന്നല്ലേ, വൊളോഡിമയർ സെലൻസ്കി എന്നല്ലേ. അതുപോലെ തന്നെ ഓർക്കുക. അതുപോലെ പണ്ട് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്താണ് നമ്മുടെ ശ്രീനിവാസൻ സന്ദേശ സിനിമ ഇറങ്ങുന്നത്. ആ സമയത്ത് പറയുന്ന ഡയലോഗാണ്, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഒരു ഫേമസ് ഡയലോഗാണ്, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതേ കണക്ക് അവിടെ കണക്ട് ചെയ്യാം, പോളണ്ട് വിസ്കി, പോളണ്ട് വിസ്കി എന്ന് കണക്ട് ചെയ്യാം. ഇനി ഈ പെഗ്ഗി വിൽസനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു പോയിന്റ് പഠിക്കണം. പെഗ്ഗി വിൽസൺ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട വനിത. അപ്പൊ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട വനിതയാണ് പെഗ്ഗി വിൽസൺ. എത്ര ദിവസമാ? 695 ദിവസം, 695 ദിവസം. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ്, രണ്ടാമത്തെ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട രണ്ടാമത്തെ വനിത എന്നറിയപ്പെടുന്നത് നമ്മുടെ സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് ആണ് അല്ലേ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട രണ്ടാമത്തെ വനിത സുനിത വില്യംസ്. അത് 608 ദിവസമാണ്. സുനിത വില്യംസ് അടുത്തിടെ വിരമിക്കുകയൊക്കെ ചെയ്തു, നാസയിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ അത് ഓർത്തു വെച്ചേക്കുക, ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട രണ്ടാമത്തെ വനിത സുനിത വില്യംസ്, 608 ദിവസങ്ങൾ. അടുത്തിലോട്ട് പോവാം നമുക്ക്. യെസ്, 4 പേരുടെയും ചിത്രം കാണാം. ഇതാണ് നമ്മുടെ പെഗ്ഗി വിൽസൺ, ഇതാണ് നമ്മുടെ ശുഭാൻ ശുക്ല, ഇതാണ് ടിബർ കാപ്പു, ഇതാണ് നമ്മുടെ വിസ്കി, സ്ലാവോസ് ഉസ്നാസ്കി വിസ്കി വിസ്കി, ഇതാണ് നമ്മുടെ ടിബർ കാപ്പു. 4 പേരുടെയും ചിത്രം അവിടെ കാണാം. ഈ വിസ്കിനെ കാണുമ്പോൾ ആരെ ഓർമ്മ വരും? നമുക്ക് മെസ്സിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ വിസ്കിക്ക്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി നമുക്ക് ശുഭാൻഷു ശുക്ലയെ പറ്റി അറിയണം. ശുഭാൻഷു ശുക്ലയെ പറ്റി പറയുമ്പോൾ, ശുഭാൻഷു ശുക്ലയുടെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? ലക്നൗ ആണ് അല്ലേ. അപ്പൊ ശുഭാൻഷു ശുക്ലയുടെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ലക്നൗ ആണ്. നോക്കണേ നിങ്ങൾ, ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത്, ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാകേഷ് ശർമ്മയാണ് അല്ലേ. അപ്പൊ ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് രാകേഷ് ശർമ്മയാണ്. എന്നാൽ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശുഭാൻ ശുക്ലയാണ്. ഇനി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോകുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഫോം ചെയ്തിട്ടില്ല. എന്നാൽ ശുഭാൻ ശുക്ല ബഹിരാകാശത്ത് പോകുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയിന്റ് ഇതാണ്, ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് രാകേഷ് ശർമ്മയും, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശുഭാൻഷു ശുക്ലയുമാണ്. ശുഭാൻഷു ശുക്ലയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കാം. ഇനി രാകേഷ് ശർമ്മ ബഹിരാകാശ ചെലവിട്ടത് വെറും 7 ദിവസമാണ്. 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റുകളാണെങ്കിൽ ശുഭാൻഷു ശുക്ല ബഹിരാകാശ ചെലവിട്ടത് 14 ദിവസം പ്ലാൻ ചെയ്ത് പോയതാ. പക്ഷെ ദൗത്യം 18 ദിവസം നീണ്ടു നിൽക്കുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് വരുന്നു, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ട ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ശുഭാൻഷു ശുക്ലയാണ്. ശുഭാൻഷു ശുക്ലയാണ്. ഇനി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ 138ാമത്തെ സഞ്ചാരിയാ. ഈ ഓരോരുത്തർ പോകുമ്പോൾ ഓരോ അസ്ട്രോണറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ 138ാമത്തെ സഞ്ചാരിയാണെങ്കിൽ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് പോയ 634ാമത്തെ സഞ്ചാരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടി, ശുഭാൻ ശുക്ലയുടെ സ്വദേശം ലക്നൗ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം പിന്നിട്ട ഇന്ത്യക്കാരൻ 18 ദിവസം. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരനാണ് ശുഭാൻ ശുക്ല. ശുഭാൻ ശുക്ല ബഹിരാകാശത്തിലെത്തുന്ന 634ാം സഞ്ചാരിയാണ്. രാകേഷ് ശർമ്മ 138ാം സഞ്ചാരി. നമ്മൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇനി നമ്മുടെ ശുഭാൻ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു കളിപ്പാട്ടം കൊണ്ടുപോകുന്നുണ്ട്. ആ കളിപ്പാട്ടത്തിന്റെ പേരാണ് ജോയ്. അപ്പൊ ജോയ് എന്ന് പേരായ ഒരു ടോയ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. അപ്പൊ ജോയ് എന്ന് പേരായ ഒരു ടോയ് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക?
അവിടെ ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ ശുഭാൻ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഒരു റേഡിയോ സേവനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. ഏത് റേഡിയോ സേവനത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് എന്നാണ് ചോദ്യം. ഏത് റേഡിയോ? ഹം റേഡിയോ. അപ്പൊ ഏത് റേഡിയോ സേവനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്? അപ്പൊ ഏത് റേഡിയോ സേവനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ശുഭാൻ ശുക്ല ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്? ഹം റേഡിയോ സേവനം ഉപയോഗിച്ചുകൊണ്ട്. ഇനി നമ്മുടെ ശുഭാൻ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഈ പറയുന്ന എന്താ പറയാ ISROയ്ക്ക് ഒരു സന്ദേശം കൈമാറുന്നുണ്ട്. ആ സന്ദേശം ഇതാണ്: ശുഭാൻഷു സെഡ്, ഗ്രീറ്റിംഗ്സ് മൈ ബിലോവ്ഡ് കൺട്രിമെൻ, വാട്ട് എ റൈഡ്. It was a wonderful ride. After 41 years, we are back in space. It was a wonderful ride. We are orbiting the Earth at a speed of 7.5 kilometers per second. On my shoulder, I have the tricolor, which tells me that I am not alone. I am with all of you. This is not just the beginning of my journey to the International Space Station. This is the beginning of India's human space program. I want all of you, my fellow countrymen, to be a part of this journey. Your chest should swell up with pride. Your chest should swell up with pride. You should show the same level of excitement. Let us all together begin this journey of India's human space program. Thank you. Jai Hind, Jai Bharat. ചോദിക്കത്തില്ല. അയാൾ ഇത്രേ പറയുന്നുള്ളൂ: ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര നടത്തിയത്, എന്നോടൊപ്പം ഈ രാജ്യം മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അവിടെ പോയെന്നേ ഉള്ളൂ. എനിക്ക് പിറകെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ഇവരുടെയും ഹൃദയം അഭിമാനപൂരിതമാകണം എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചോദ്യകർത്താവിനെ പോലെ ചിന്തിക്കൂ. ഇവിടെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ശുഭാൻഷു ശുക്ല പറഞ്ഞ ഈ ഡയലോഗിൽ ഒരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദാ നോക്കിയേ, 7.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് ശുഭാൻ ശുക്ലയും സംഘവും അടങ്ങുന്ന പേടകം ഭൂമിയെ വലയം ചെയ്തത് എന്നാണ് ചോദ്യം. 7.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിലാണ് ശുഭാൻ ശുക്ലയും സംഘവും ആ പേടകത്തിൽ ഭൂമിയെ വലയം ചെയ്തതെന്ന പോയിന്റാണ് അവിടെ ശുഭാൻ ശുക്ല എന്നെ പറഞ്ഞു വെക്കുന്നത്. നോക്കണേ നിങ്ങൾ, എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്, എൻ്റെ സീനൊന്നുമില്ല. ശുഭാൻ ശുക്ലയുടെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാതാവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മക്കൾ ഉയരങ്ങൾ കീഴടക്കുക എന്നുള്ളത്. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കണേ, അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എൻ്റെ മകൻ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് തൻ്റെ മകന് മാത്രം ആ അസുലഭ നിമിഷം ലഭിച്ചതിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ അല്ലേ? നിങ്ങൾ വിജയിക്കുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ ഈ ഒരു രീതിയിലുള്ള കണ്ണീര് ആനന്ദാശ്രു ഉണ്ടാവും. അത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. യെസ്, നോക്കണേ നിങ്ങൾ, എത്ര വലിയ ബഹിരാകാശ യാത്രികരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിക്കളി മാറിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ്. പുള്ളിക്കാരൻ ഒരു കളിപ്പാട്ടം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കളിപ്പാട്ടത്തിന്റെ പേരാണ് ജോയ്. ജോയ് എന്ന പേരിൽ ഒരു ടോയ് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ. അപ്പൊ ജോയ് എന്ന പേരിൽ ഒരു ടോയ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ടോയ് അവിടെ കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. തൻ്റെ മകന്റെ ആഗ്രഹപ്രകാരമാണ് ആ ഒരു കളിപ്പാട്ടം അദ്ദേഹം കരുതുന്നത്. ഇനി അടുത്ത പോയിന്റ്, രാകേഷ് ശർമ്മയെ പറ്റി നിങ്ങൾ അറിയണം. രാകേഷ് ശർമ്മയുടെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് അത് പഞ്ചാബാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് 1984 ഏപ്രിൽ മാസം 3-ാം തീയതി. അദ്ദേഹം സഞ്ചരിച്ച പേടകത്തിന്റെ പേര് റഷ്യൻ പേടകമാണ് സോയൂസ് T11. അപ്പൊ സോയൂസ് T11 എന്ന് പറയപ്പെടുന്ന റഷ്യൻ പേടകത്തിലാണ് യാത്ര തിരിക്കുന്നത്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്ര ദിവസമാണ് ചെലവിട്ടത്? 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റുകൾ. ഞാൻ പറഞ്ഞു വെച്ചു, ബഹിരാകാശ യാത്ര നടത്തുന്ന 138ാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ഇത് അന്നത്തെ രാകേഷ് ശർമ്മ, ഇത് ഇന്നത്തെ രാകേഷ് ശർമ്മ. ഇന്നത്തെ രാകേഷ് ശർമ്മ അന്നത്തെ രാകേഷ് ശർമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതിന് പിന്നിൽ ഒരു മലയാളി ടച്ച് ഉണ്ട്. എന്താണ് ആ മലയാളി ടച്ച്? ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് കുറച്ച് വിത്തിനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച വിത്തിനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെയാണ് ആ വിത്തിനങ്ങൾ നോക്കാം. ജ്യോതി ഉമ എന്ന് പേരായ നെല്ലിനങ്ങൾ, കനകമണി എന്ന് പേരായ കുറ്റിപ്പയർ, തിലകധാര എന്ന് പറയപ്പെടുന്ന എള്ളിനം, സൂര്യ എന്ന വഴുതന, വെള്ളായണി വിജയ് തക്കാളി. അങ്ങനെ 5 ഇനത്തിൽപ്പെട്ട വിത്തിനങ്ങൾ കൊണ്ടുപോകുന്നു. ഒന്നും കൂടി, ജ്യോതി ഉമ നെല്ലിനങ്ങൾ,
കനകമണി കുറ്റിപ്പയർ, തിലകധാര എള്ളിനം, സൂര്യ വഴുതന, വെള്ളായണി വിജയ് തക്കാളി. ഇനി ആക്സിയം മിഷൻ നടത്തിയ ഒരു പരീക്ഷണമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. സ്വീറ്റ് റൈഡ് എന്നോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സ്വീറ്റ് റൈഡ് എന്നോ കാണും. രണ്ടും ഓർത്ത് വെച്ചേക്കുക. ആക്സിയം 4 ദൗത്യം നടത്തിയ ഒരു പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് സ്വീറ്റ് റൈഡ് അഥവാ സ്വീറ്റ് റൈഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ സംഭവം? നമുക്കറിയാം അവിടെ മൈക്രോ ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റി ഇല്ല അല്ലേ? മൈക്രോ ഗ്രാവിറ്റിയിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലാണ് ഈ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ലടാ, പ്രമേഹ നിയന്ത്രണത്തെ മൈക്രോ ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ പ്രമേഹ നിയന്ത്രണത്തെ മൈക്രോ ഗ്രാവിറ്റി എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഗവേഷണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഷംഷീർ വയലിൽ. ഡോക്ടർ ഷംഷീർ വയലിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതാണ് ഡോക്ടർ ഷംഷീർ വയലിൽ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അവിടെ ഇംഗ്ലീഷാണ്. അലോങ് സൈഡ് ശുഭാൻ ശുക്ല സ്പേസ് ജേണി, a groundbreaking research project led by a Malayali will mark a historic milestone in diabetes research. The Sweet Red Research Project, conceived by Dr. Shamsheer Vayalil, who is the founder chairman, who is the founder chairman of UAE-based Burjeel Holding. അപ്പോൾ UAE ആസ്ഥാനമായിട്ടുള്ള ബുർജീൽ ഹോൾഡിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ചെയർമാനാണ്, സ്ഥാപക ചെയർമാനാണ് അദ്ദേഹം ആക്സിയം മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത് അവിടെ നടത്തുന്നത്. അടുത്തത്, ദ റിസർച്ച് ബേസ്ഡ് ഓൺ മൈക്രോഗ്രാവിറ്റി, എ സ്റ്റേറ്റ് വെയർ ഹ്യൂമൻസ് ഓർ ഒബ്ജക്ട്സ് ഡു നോട്ട് ഫീൽ their weight, opens up the possibility of overcoming the limitation of diabetics in both space and earth. During the 2-week mission, a team of medical experts will study glucose metabolism in microgravity. അത് തന്നെ പറഞ്ഞത് മൈക്രോഗ്രാവിറ്റിയിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ പറ്റി എന്ത് ചെയ്യാണ്, പഠനം നടത്തുകയാണ്. പ്രമേഹ നിയന്ത്രണത്തെ അവിടെ ഉള്ള മൈക്രോഗ്രാവിറ്റി എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് പഠിക്കുക. അതാണ് ഷംഷീർ വയൽ നേതൃത്വത്തിലുള്ള പരീക്ഷണം നടത്തിയത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, 3 രീതി ചോദ്യം ചോദിക്കുക. ഒന്ന്, ഈ പറയുന്ന സ്വീറ്റ് റൈഡ് ദൗത്യം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പറയുന്ന ഡയബറ്റിക്സ് അഥവാ പ്രമേഹ രോഗം. ആക്സിയം മിഷൻ നടത്തിയ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട മിഷന്റെ പേരെന്ത്? സ്വീറ്റ് റൈഡ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര്? ഷംഷീർ വയലിൽ. ഇങ്ങനെയൊക്കെ ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ദെൻ ഈ സംഘം തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു. എന്നാണ് മടങ്ങിയെത്തുന്നത് നോക്കാം. ദൗത്യ സംഘം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് 2025 ജൂലൈ മാസം 15. 2025 ജൂലൈ മാസം 15-ാം തീയതി ഈ പേടകം ഒരു സമുദ്രത്തിൽ പതിക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ വന്ന് ഈ പേടകം വന്ന് പതിക്കുന്നുണ്ട്. അവിടെ നിന്ന് ശുഭാൻ ശുക്ല പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആക്സിയം മിഷനെ പറ്റിയിട്ടാണ്. ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്കിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ആക്സിയം മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് നോട്ട്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ പേരും ദ CALS തന്നെയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് മറ്റൊരു സെഷനുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.